കാസർഗോഡ് അമ്മയുടെയും മകളുടെയും ജഡങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് ഇനി. വീടും പൂർണ്ണമായി അഗ്നിക്കിരയായിട്ടുണ്ട്. ദുരൂഹതകളെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചീമേനി നെല്ലൂരിലെ 64-കാരിയായ ആലവളപ്പിൽ ലക്ഷ്മി, മൂത്തമകൾ 30 വയസ്സുള്ള അനിത എന്നിവരാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ വീട് കത്തുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പൂർണ്ണമായി കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളാണ് ബാക്കിയായത്. ഇരുവരുടെയും ജഡങ്ങൾ വ്യത്യസ്ത മുറികളിൽ കാണപ്പെടുകയായിരുന്നു. ലക്ഷ്മിക്ക് അനിതയെ കൂടാതെ മറ്റൊരു മകളും മകനുമുണ്ട്. വിവാഹിതരായ ഇവർ വേറെ വീടുകളിലാണ് താമസം. അനിത അവിവാഹിതയാണ്. ലക്ഷ്മിയുടെ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു. അനിതയുടെ വിവാഹം തടസ്സപ്പെടുന്നതിലുള്ള നിരാശ മൂലം ഇരുവരും ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നാണ് നിഗമനം. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ദുരൂഹതകളെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 6 വർഷം കൊണ്ട് 22 പേരെ കൊലപ്പെടുത്തിയ 19-കാരിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് ലോകം ഞെട്ടി. 22-ാമനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായപ്പോഴാണ് കൊലപാതക പരമ്പരയുടെ ചുരുൾ അഴിഞ്ഞത്. ഇവരുടെ ഭർത്താവും പിടിയിലായിട്ടുണ്ട്. ഫെബ്രുവരി 2-നായിരുന്നു ആലുവയിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച നടന്നത്. 300 പവനും 5 ലക്ഷം രൂപ വില വരുന്ന 2 റോളക്സ് വാച്ചുമടക്കം 1.5 കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കളാണ് മോഷണം പോയത്. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം ലോക്കർ അടക്കമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. സമീപകാലത്ത് ആലുവയിൽ മോഷണം പെരുകിയതിന്റെ ഭാഗമായി സ്ഥലം ഡിവൈഎസ്പിയും സിഐയും നേരിട്ടെത്തി അന്വേഷണം ആരംഭിച്ചു. പോലീസ് ദേവദാസി സമ്പ്രദായം പുതുതലമുറയ്ക്ക് കേട്ടുകേൾവിയാണെങ്കിലും കർണാടകയിലെ ഗ്രാമങ്ങളിൽ ഈ സമ്പ്രദായം ഇപ്പോഴും സജീവമാണെന്ന് റിപ്പോർട്ടുകൾ. ഇത്തവണത്തെ മാഘ പൗർണമി ദിവസം ഗ്രാമങ്ങളിൽ രഹസ്യമായി ദേവദാസി സമർപ്പണം നടന്നതിന്റെ ദൃശ്യങ്ങളടക്കം കാസർഗോഡ് നിന്നും സണ്ണി ജോസഫ് നൽകുന്ന റിപ്പോർട്ടിലേക്ക്. ഉത്തര കർണാടകയിലെ ഗ്രാമങ്ങളിലാണ് അന്ധവിശ്വാസത്തിന്റെയും ദുരാചാരത്തിന്റെയും ഫ്യൂഡൽ ചൂഷണത്തിന്റെയും ഭാഗമായുള്ള ദേവദാസി സമ്പ്രദായം ഇന്നും ശക്തമായി തുടരുന്നത്. എയ്ഡ്സ് ഉൾപ്പെടെ അത്യന്തം ശോചനീയവും വേദനാജനകവുമായ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് ദേവദാസികളും അവരുടെ കുട്ടികളും ഇന്ന് ജീവിതം തള്ളി നിൽക്കുന്നത്. ಮಾನಹಾನಿಗುಂಟು ನಾವೆಲ್ಲ ಎಲ್ಲರೂ ಕುಂತ್ಕೊಂಡ್ರೆ ನಮ್ಮಮ್ಮ ದೇವದಾಸಿ ಅಂತಂದು ನಮಗೆಲ್ಲ ಹೀನತೆ ಆಗತೈತಿ. ಗೊತ್ತಿಲ್ಲ ಸರ್, ನಮಗೆ ಅಪ್ಪ ಏನಾದ್ರು ಗೊತ್ತಿಲ್ಲ. ഫെബ്രുവരി മാസത്തിലെ മാഘപൗർണമി നാളിലാണ് ക്ഷേത്രങ്ങളിൽ പെൺകുട്ടികളെ ദേവദാസികളായി സമർപ്പിക്കുന്നത്. നിരോധനം നിലനിൽക്കുന്നതിനാലും ദേവദാസി വിമോചന സംഘത്തിന്റെ ശക്തമായ പ്രതിഷേധവും ഭയന്ന് ഇത്തവണ മാഘപൗർണമി ദിവസത്തിൽ ക്ഷേത്രങ്ങളിൽ പെൺകുട്ടികളെ പരസ്യമായി ദേവദാസി സമർപ്പണം നടത്തിയില്ല. എന്നാൽ രഹസ്യമായി പല സ്ഥലങ്ങളിലും ഈ ദുരാചാരം നടന്നു. കർണാടകയിലെ ഗ്രാമങ്ങളിൽ 53,000 ദേവദാസികൾ നിലവിലുള്ളതായാണ് അനൗദ്യോഗിക കണക്ക്. കർണാടകയിലെ 30-ൽ 14 ജില്ലകളിലും ഇന്ന് ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. സർവേ പൂർത്തിയായാൽ മാത്രമേ പൂർണ്ണമായ കണക്ക് ലഭ്യമാകുകയുള്ളൂ. ഉത്തര കർണാടകയിലെ ബെല്ലാരി, കൊപ്പൽ ജില്ലകളിലാണ് ദേവദാസികൾ കൂടുതൽ. എയ്ഡ്സ് ബാധിച്ച് ഇതിനകം 100 കണക്കിന് ദേവദാസികൾ മരണപ്പെട്ടു. ഇവരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അനാഥമാണ്. പ്രധാനമായും കൊപ്പലിലെ ഉളുകമ്മ ക്ഷേത്രം, ഗദഗയിലെ സൗദത്തി എല്ലമ്മ ക്ഷേത്രം, ദാവൻകരയിലെ ഉച്ചിങ്കൽ ദുർഗാദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ദേവദാസി സമർപ്പണം നടക്കുന്നത്. 45 വയസ്സ് കഴിഞ്ഞ ദേവദാസികൾക്ക് പ്രതിമാസം 500 രൂപ പെൻഷനും വീടും അനുവദിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ പ്രഖ്യാപിച്ച മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇവർക്ക് ലഭ്യമല്ല. ദേവദാസി സമ്പ്രദായം ശക്തമായി തടയുന്നതിനോ പുനരധിവാസത്തിനോ ഫ്യൂഡൽ താൽപ്പര്യങ്ങളുടെ ഭാഗമായി കർണാടകയിൽ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായില്ല. CPIM നേതൃത്വം നൽകുന്ന കർണാടക സംസ്ഥാന ദേവദാസി വിമോചന സംഘമാണ് ഈ നിരാലംബരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. 1982-ൽ കർണാടക സർക്കാർ ദേവദാസി സമ്പ്രദായം നിരോധിച്ചെങ്കിലും ഇന്നും ഇവിടെ സജീവമായി ഈ സമ്പ്രദായം നിലനിൽക്കുന്നു. ക്യാമറാമാൻ ഷൈജു പിലാത്തറയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ദേവദാസിയാകാൻ വിധിക്കപ്പെട്ടെങ്കിലും വഴിമാറി സഞ്ചരിച്ച വനിതയാണ് രേണുക. ദേവദാസികളുടെ മോചനത്തിനായാണ് രേണുകയുടെ ഇപ്പോഴത്തെ പോരാട്ടം. ഉത്തര കർണാടകയിൽ ബെല്ലാരി ജില്ലയിലെ സന്തൂർ ഗ്രാമത്തിൽ ജനിച്ച രേണുക പട്ടികവർഗ വിഭാഗത്തിലെ വാൽമീകി സമുദായക്കാരിയാണ്. 13-ാം വയസ്സിൽ രേണുകയെ മാതാപിതാക്കൾ ദേവദാസിയായി കൊപ്പൽ ഉളുകമ്മ ദേവി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. 4-ാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള അവസരമാണ് രേണുകയ്ക്ക് ലഭിച്ചത്. ദേവദാസിയായതോടെ ഭാര്യയുടെ അവകാശങ്ങളൊന്നുമില്ലാതെ
പുരുഷന്റെ നിയന്ത്രണത്തിലായി രേണുക. ദേവദാസി ജീവിതം അധികകാലം തുടരാൻ രേണുകയ്ക്ക് സാധിച്ചില്ല. സ്വീകരിച്ച പുരുഷൻ വൈകാതെ ബന്ധം ഉപേക്ഷിച്ചതോടെ തീർത്തും ഒറ്റപ്പെട്ട രേണുക ഗ്രാമം വിട്ട് ദാവൻകരയിലെത്തി. കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തി. യാദൃച്ഛികമായാണ് CPIM പ്രവർത്തകരുമായി രേണുക ബന്ധപ്പെടുന്നത്. തുടർന്ന് ദേവദാസി വിമോചന പ്രസ്ഥാനത്തിൻ്റെ സംഘാടകയും നേതാവുമായി മാറി രേണുക. ನನ್ನ ಹೆಸರು ರೇಣುಕಮ್ಮ. ನಾನೊಬ್ಬ ದೇವದಾಸಿ ಮಹಿಳೆ. ಈ ದೇವದಾಸಿ ಬದುಕು ಅಂತ ಹೇಳಿದರೆ ಸಣ್ಣ ಮಕ್ಕಳು ಇರುವಾಗನೇ ಅವರಿಗೆ ದೇವದಾಸಿಗೆ ದುಡಿರೋವಂಥದ್ದು. ಆದರೆ ಅವರಿಗೆ ಆ ತಿಳುವಳಿಕೆ ಇರಲ್ಲ. ಅವ್ರ ಮೆಜಾರಿಟಿ ಬಂದಮೇಲೆ ಈ ದೇವದಾಸಿ ಪದ್ಧತಿ ಏನು ಅಂತ ಹೇಳಿದಾಗೆ ಅದು ಗೊತ್ತಾದಾಗೆ ಅವಾಗ ಅವ್ರ ಮನಸ್ಸಿಗೆ ಆಘಾತ. ಅದು ನೋಡ್ಕೊಂಡ್ರೆ ತುಂಬಾ ನೋವು ಆಗ್ತದೆ, ಮನಸ್ಸಿಗೆ ಭಾಳ ಆತಂಕ, ತುಂಬಾ ದುಃಖ ಆಗುತ್ತೆ ಆ ಸಂದರ್ಭ. ಅಂತ ಬದುಕನ್ನ ಇವತ್ತು ಅದನ್ನು ನಾವು ವಿರೋಧ ಮಾಡಿ 15,000-ഓളം ദേവദാസികളെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുപ്പിക്കുന്നു. കുടുംബമോ കുട്ടികളോ ഇല്ലാത്ത രേണുക ശേഷിക്കുന്ന ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് ദേവദാസികളുടെ ഉന്നമനത്തിനു വേണ്ടി മാത്രം. കർണാടകയിലെ ദാവൻകരയിൽ നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വിയ്യൂർ ജയിലിൽ മർദ്ദനമേറ്റതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം R നടരാജൻ സംഭവം സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ വിഭാഗ തലവൻ DIG ശ്രീജിത്തിനോട് ആവശ്യപ്പെടുകയായിരുന്നു. വിയ്യൂർ ജയിലിലെ മർദ്ദനം സംബന്ധിച്ച് കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂരിൽ നടന്ന സിറ്റിംഗിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജയിൽ സൂപ്രണ്ട് സമർപ്പിച്ച ചികിത്സാരേഖകൾ പരിശോധിച്ച ശേഷമായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ അംഗം R നടരാജന്റെ നടപടി. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം തലവൻ DIG ശ്രീജിത്തിനാണ് അന്വേഷണ ചുമതല. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് സമർപ്പിച്ച ചികിത്സാരേഖ പ്രകാരം പ്രതികൾക്ക് മർദ്ദനമേറ്റതായി പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മർദ്ദനമേറ്റത് കാണിച്ച് പ്രതികളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് സിറ്റിംഗ് നടത്തിയത്. നേരത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിൽ സന്ദർശിച്ച് പ്രതികളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് KR ജ്യോതീന്ദ്രകുമാറും ജയിൽ സന്ദർശിച്ചിരുന്നു. കണ്ണൂരിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റിയ പ്രതികളെ ജനുവരി 30-ന് ജയിൽ വാർഡന്മാർ മർദ്ദിച്ചതായാണ് പരാതി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുറ്റകൃത്യങ്ങൾ വേദനാജനകമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേദനകൾ അതിജീവിക്കാനാവാത്ത 3 വയസ്സുകാരി സഹായം ചേർന്ന വാർത്തയോടുകൂടി ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഉത്തരയ്ക്ക് 3 വയസ്സ്. സംസാരശേഷിയില്ല, നടക്കാൻ കഴിയില്ല, നിവർന്ന് കിടക്കാനോ പരസഹായമില്ലാതെ ഇരിക്കാനോ കഴിയില്ല. വേദന കൊണ്ട് പുളയുമ്പോൾ ശബ്ദമുയർത്തി ഒന്ന് കരയാൻ പോലും കഴിയില്ല. ജന്മനാ തലച്ചോറിനെ ബാധിച്ച അസുഖമാണ് ഉത്തരയെന്ന 3 വയസ്സുകാരിയുടെ ജീവിതം തളർത്തിയത്. പത്തനംതിട്ടയിലെ കുമ്മണ്ണൂർ സ്വദേശികളായ ബിജുവിൻ്റെയും അമ്പിളിയുടെയും 2ാമത്തെ കുഞ്ഞാണ് ഉത്തര. ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴാണ് തലച്ചോറിലെ ഗുരുതരമായ രോഗം കണ്ടെത്തിയത്. അന്ന് മുതൽ ഇന്നേ വരെ ചികിത്സ തുടർന്നെങ്കിലും ഫലം കണ്ടില്ല. കാണിക്കാത്ത ആശുപത്രികളും ഡോക്ടർമാരുമില്ല. അവരെല്ലാം നിർദ്ദേശിക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയയാണ്. എന്നാൽ ലക്ഷങ്ങൾ വേണ്ടുന്ന ചികിത്സാ ചെലവിന് മുന്നിൽ നിസ്സഹായതയോടെ പകച്ചു നിൽക്കുകയാണ് ഉത്തരയുടെ അച്ഛനും അമ്മയും. ഉണ്ടായിരുന്ന കിടപ്പാടം വരെ വിറ്റ് ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് താമസം. കുട്ടിയെ വിദഗ്ധ ചികിത്സ നൽകി വലിയൊരു ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഞങ്ങൾക്കതിന് കഴിയാത്ത അവസ്ഥയിലാണ്. കരുണയുള്ള ആരെങ്കിലും ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും മുന്നോട്ട് വന്നു. പക്ഷേ അതൊന്നും നിത്യേനയുള്ള മരുന്നിന് പോലും തികയുന്നില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകൻ ആരോമലാണ് കുഞ്ഞനുജത്തിയുടെ കൂട്ട്. അടുത്തയാഴ്ചയാണ് ഓപ്പറേഷന് വെല്ലൂരിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഓപ്പറേഷൻ വൈകുന്തോറും ചികിത്സാ ഫലത്തെയും ബാധിക്കും. മനസ്സിൽ നന്മ പറ്റാത്തവർ ഈ അക്കൗണ്ട് നമ്പർ കുറിച്ചിടുക: 328079577550. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോന്നി ബ്രാഞ്ച്, പത്തനംതിട്ട.